നെന്മാറയിലെ സ്വർഗം ഫിറ്റ്നസ് കേന്ദ്രത്തിൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 300 അഡ്മിഷൻ തികഞ്ഞ ആഘോഷത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സതീഷിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ആം റെസ്ലിംഗ് ലോക ചാമ്പ്യൻ ചന്ദ്രബാബു ആം റെസ്ലിംഗ് ഉപകരണത്തിന്റെ ഉദ്ഘാടനം നടത്തി. പെൺകുട്ടികളും എല്ലാ മേഖലയിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്ലറ്റിലായാലും എല്ലാവരും നല്ലപോലെ ഉള്ള പെൺകുട്ടികൾക്ക് പോരാ. ഇൻസ്ട്രക്ടർമാർ നല്ലപോലെ ശ്രദ്ധിക്കണം. കുറച്ചുകൂടി പെൺകുട്ടികൾ വന്ന് നല്ലപോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് പഠിപ്പിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ക്ലാസ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് എനിക്ക് യാതൊരു രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന രാമനോട് ലക്ഷ്മണൻ പറയുന്നുണ്ട്, നമുക്ക് ഈ ലങ്കയിൽ തന്നെ രാജാവായി തുടർന്നാലോ ഇനിയുള്ള കാലം. കാരണം ലങ്ക കൊട്ടാരങ്ങളെല്ലാം സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞാലോ എന്നുള്ള ചോദ്യത്തിന് ശ്രീരാമൻ പറയുന്ന ഒരു വിശ്വപ്രസിദ്ധമായ മറുപടിയുണ്ട്. ജനനി ജന്മിച്ച സ്വർഗാതപി ഗരീയസി. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. നമ്മുടെ അയോധ്യയിലേക്ക് തന്നെ പോകാൻ പറയുന്നത്. അതുപോലെ എന്തൊക്കെ അംഗീകാരങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ലഭിച്ചാലും സ്വന്തം നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വീട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അംഗീകാരമാണ്, പുരസ്കാരമാണ്, സമ്മാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദരവ് മാത്രമായ നിങ്ങൾ ഓരോരുടെ മുമ്പിലും സാക്ഷാത്കാരം ലഭിച്ചുകൊണ്ട് ജിംനേഷ്യം വെറും കച്ചവടമായി മാത്രം കാണുന്നവരിൽ നിന്നും വ്യത്യസ്തമായി സ്വർഗം ജിം സമൂഹത്തിനോടും ജനങ്ങളോടുമുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഉടമ സുരേന്ദ്രൻ പറഞ്ഞു. കൊടുവായൂർ ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ബാലചന്ദ്രൻ, മുസ്തഫ ഗിരി, പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ വി ശശി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.